റഷ്യ യുക്രൈൻ യുദ്ധം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു. പ്രത്യാക്രമണങ്ങൾ തുടരുന്നു. റഷ്യയുടെ എണ്ണ സംഭരണികളെ യുക്രൈൻ തകർത്തു. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് യുക്രൈനെ ദിവസങ്ങളോളം റഷ്യ ഇരുട്ടിലാക്കി. അതിൻ്റെ ക്ഷീണം മാറും മുമ്പാണ് യുക്രൈൻ്റെ അടുത്ത നീക്കം ഉണ്ടായത്. റഷ്യയുടെ അഭിമാന പ്രോജക്റ്റാണ് MiG-31 യുദ്ധവിമാനം. ഇതിനു നേർക്കാണ് ഇപ്പോൾ യുക്രൈൻ്റെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടൻ്റെ സഹായത്തോടെ റഷ്യയുടെ MiG-31 വിമാനം റാഞ്ചാനായിരുന്നു യുക്രൈൻ്റെ ശ്രമം. ഇതിൽ കലിപൂണ്ട റഷ്യ യുക്രൈൻ്റെ ആണിക്കല്ലിളക്കുന്ന ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അതും റഷ്യയുടെ മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കിൻസാൽ മിസൈലുകൾ ഉപയോഗിച്ച്. ബ്രോവാരിയിലെ യുക്രൈൻ്റെ പ്രധാന ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് കേന്ദ്രം അപ്പാടെ തുടച്ചു നീക്കിയായിരുന്നു കിൻസാൽ മിസൈലുകളുടെ യാത്ര. കൂടാതെ ഖമൽസ്കി മേഖലയിലെ സ്റ്റാരോ കോയിൻസ്റ്റാൻഡോവ് വിമാനത്താവളത്തിൽ മറ്റൊരു വൻ ആക്രമണം നടത്തുകയും ചെയ്തു. ബ്രിട്ടൻ കൈമാറിയ F-16 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇവിടെയായിരുന്നു. ഈ വിമാനങ്ങൾ മുഴുവൻ തകർന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാറ്റോയുടെ പിന്തുണയോടെ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമെന്നാണ് മോസ്കോ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ആക്രമണത്തിൽ വൻ നാശം സംഭവിച്ചതായി യുക്രൈൻ പ്രതിരോധ വിദഗ്ധരും പ്രതികരിച്ചിട്ടുണ്ട്. മാരകമായ ആക്രമണമായിരുന്നു കിൻസാൽ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയത്. ഉഗ്ര സ്ഫോടന ശേഷിയുള്ളവയാണ് റഷ്യയുടെ ട്രേഡ് മാർക്കായ കിൻസാൽ മിസൈലുകൾ. ഉയർന്ന കൃത്യതയുള്ള ഈ ആയുധം യുദ്ധത്തിൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചതായി റഷ്യ ഇതുവരെ സമ്മതിച്ചിരുന്നില്ല. യുക്രൈനിൽ കിൻസാൽ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ആദ്യമായി ഉപയോഗിച്ചതായി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി RIA നോവോസ്റ്റിയും അറിയിച്ചു. കൂടാതെ ഹൈപ്പർസോണിക് എയറോ ബാലിസ്റ്റിക് മിസൈലുകളുള്ള കിൻസാൽ ഏവിയേഷൻ മിസൈൽ സംവിധാനം ഇവാനോ ഫ്രാങ്കിഡ്സ് മേഖലയിലെ ഡെലിയാറ്റിൻ ഗ്രാമത്തിലെ യുക്രൈൻ സേനകളുടെ മിസൈലുകളും വെടിക്കോപ്പുകളും അടങ്ങിയ ഒരു വലിയ ഭൂഗർഭ വെയർഹൗസ് നശിപ്പിച്ചു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത്. റൊമാനിയയുടെ അതിർത്തിയോട് ചേർന്ന് ഇവാനോ ഫ്രാങ്കിഡ്സ് നഗരത്തിന് പുറത്താണ് ഡെലിയാറ്റിൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വാർത്താ ഏജൻസികളോട് പ്രതികരിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് തയ്യാറായില്ല. ശബ്ദത്തിൻ്റെ 10 മടങ്ങ് വേഗത്തിൽ പറക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന കിൻസാൽ മിസൈലിനെ അനുയോജ്യമായ ആയുധമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2018 പുടിൻ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പുറത്തിറക്കിയ പുതിയ ആയുധങ്ങളിലൊന്നാണ് കിൻസാൽ മിസൈൽ. ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിയുന്ന പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗത്തിൽ പറക്കാൻ കഴിയും. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾ അവയുടെ ലക്ഷ്യത്തിലെത്താൻ ആദ്യം ബഹിരാകാശത്തേക്ക് കുതിക്കുകയും പിന്നീട് താഴേക്ക് വരികയുമാണ് ചെയ്യേണ്ടത്. അതേസമയം ഒരു ഹൈപ്പർസോണിക് മിസൈൽ അന്തരീക്ഷത്തിലെ താഴ്ന്ന പാതയിലൂടെ പറന്ന് ടാർഗറ്റിലേക്ക് എത്തുന്നു. കൂടുതൽ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താനും ഇതുവഴി സാധിക്കുന്നു.